ഭൂമിയിൽ പിശാചിൻ്റെ രാജ്യം, പിശാചിന് ഒരു ശക്തി, ഒരു അധികാരം കിട്ടിയിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ രൂപം, ഏറ്റവും പ്രസിദ്ധമായ രൂപം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു പാമ്പിനെ ചവിട്ടി നിൽക്കുന്ന രൂപം. അതെന്തിൻ്റെ പ്രതീകമാണ്? സാത്താൻ്റെ തല തകർത്തു. അപ്പോൾ നമുക്കറിയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മൾ വണക്കമാസ വീഡിയോകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈശോയുടെ എല്ലാ കൃപാവരങ്ങളും നമുക്ക് സമൃദ്ധമായി സമ്മാനിച്ചു. മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം നമ്മൾ തുടങ്ങിയത് പ്രധാനമായിട്ടും ദൈവകൃപയിൽ ഊന്നിക്കൊണ്ടാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞത് ദൈവകൃപയാണ്. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ജീവൻ്റെ പൂർണ്ണതയായ ദൈവിക കൃപയാണ് ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലിയും മറ്റുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളും ദൈവിക കൃപയിൽ ജപമാല ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ യോഗ്യതയാൽ നമ്മൾ ദൈവിക കൃപ കൊണ്ട് നിറയും. ഈ മാസം നമ്മൾ ദൈവിക കൃപയെക്കുറിച്ച്, ദൈവിക പരിപാലനയെക്കുറിച്ച്, ദൈവികമായിട്ടുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധിയെക്കുറിച്ച്, അതുപോലെ തന്നെ ഫാത്തിമയിലെ സന്ദേശങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ചെയ്യുമെന്ന് ഈശോ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. അപ്പോൾ പറയുന്നത്, നിങ്ങൾ പോയി ഏറെ ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ എന്നേക്കാളും വലിയ പ്രവൃത്തികളും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുക, ശിഷ്യന്മാരാവുക. നമ്മുടെ പ്രവൃത്തി, ഈശോയുടെ ശിഷ്യത്വത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്ത പ്രവൃത്തി തന്നെയാണ്. അത് ഫലമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിട്ട് ഭൂമിയിൽ പിശാചിൻ്റെ രാജ്യം, പിശാചിന് ഒരു ശക്തി, ഒരു അധികാരം കിട്ടിയിട്ടുണ്ട്. അത് ഈശോ നശിപ്പിച്ചു. അത് നശിപ്പിച്ച് ഈശോ നമുക്കും അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, സഭയിലും, സമൂഹത്തിലും, ലോകം മുഴുവനിലും ഈശോയ്ക്ക് സാക്ഷികളായി, പിതാവിൻ്റെ നല്ല മക്കളായി വിശുദ്ധിയിലും ദൈവിക കൃപയിലും വളരാൻ, അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്, ശിഷ്യരുടെ 1-ാം സ്ഥാനമാണ് നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുക്കാൻ പറ്റുന്നത്. പരിശുദ്ധ കന്യകയെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ ഈശോയുടെ ഏറ്റവും ഉദാത്ത ശിഷ്യരായിട്ട് മാറും. പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ രൂപം, ഏറ്റവും പ്രസിദ്ധമായ രൂപം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു പാമ്പിനെ ചവിട്ടി നിൽക്കുന്ന രൂപം. അതെന്തിൻ്റെ പ്രതീകമാണ്? സാത്താൻ്റെ തല തകർത്തു. അപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തിയിൽ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ള വാഗ്ദാനം, പിശാചിനുള്ള താക്കീത്, ശിക്ഷ ആയിട്ട് പിശാചിനോട്, അല്ലെങ്കിൽ സാധ്യമ സർപ്പത്തോട്, സാത്താനോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അത് നിൻ്റെ തല തകർക്കും എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വിൽ ബ്രേക്ക് യുവർ ഹെഡ്, ഇറ്റ് വിൽ ക്രഷ് യുവർ ഹെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ തർജ്ജമയിൽ നമുക്കറിയാം, യേശു ക്രിസ്തുവാണ് തല തകർക്കുന്നത്, അത് സ്ത്രീയുടെ സന്തതി. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എലിസബത്ത് ഉദ്ഘോഷിക്കുന്ന വചനം നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ, 40 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ നമുക്കറിയാം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതമാണ്. അപ്പോൾ നീ അനുഗ്രഹീതയാണ്. കാരണം നീ ആരുമായിട്ട് ശത്രുതയിലാണ്? പിശാചുമായിട്ട്, സാത്താനുമായിട്ട് നിത്യമായ ശത്രുതയിലാണ് പരിശുദ്ധ കന്യകാമറിയം. ഈശോയുടെ അമ്മയായ ആ സ്ത്രീ, അവളുടെ പുത്രൻ, ആ ഉദരത്തിൻ്റെ ഫലമാണ്. ആ ഉദരഫലമായ ഈശോയും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം അത് പിശാചിൻ്റെ തലയെ തകർക്കുന്നു, പിശാചിൻ്റെ സന്തതികളുടെ തല തകർക്കുന്നു. അതായത് പിശാചിൻ്റെ പ്രവൃത്തികൾ, സന്തതി എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ട ഈ ദിവസങ്ങളിൽ, ഗലാത്യ 5-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ.
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം. സ്നേഹം, സമാധാനം, ആനന്ദം, അങ്ങനെ തുടങ്ങിയിട്ട് ആത്മസംയമനം വരെയുള്ള ഫലങ്ങളുണ്ട്. അതുപോലെ തന്നെ പിശാചിന് പ്രവൃത്തികളുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിൻ്റെ ഒരുവൻ്റെ നശിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അത് ആ പ്രവൃത്തികളെ വിളിക്കുന്ന പേരാണ് നമുക്ക് വിളിക്കാം പൈശാചിക പ്രവൃത്തികൾ. ദുഷ്ചിന്ത, കൊലപാതകം, ആസക്തികൾ, അഹങ്കാരം, ഗർവ്, ധാർഷ്ട്യം, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, ഉള്ളിൽ നിന്ന് വന്നുകൊണ്ട് ഒരുവനെ അശുദ്ധനാക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തികൾ പിശാചിൻ്റെ പ്രവൃത്തികൾ. ഇതെല്ലാം നശിപ്പിക്കാനും പിശാചിൻ്റെ രാജ്യത്തെ അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആഗതമാവാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും ദൈവരാജ്യം വരാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. ആ ഈശോ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു. അത് പിശാചിനെ തല തകർത്തു. ആ തല തകർത്തപ്പോൾ അതിന് അവൻ്റെ കൂടെ നിന്ന പരിശുദ്ധ അമ്മ, അതാണ് പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ പിശാചിനെ ചവിട്ടിയരയ്ക്കുന്ന, സർപ്പത്തെ ചവിട്ടിയരയ്ക്കുന്ന ആദിമ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന അമ്മ എന്നൊക്കെ പറയുന്നത്. ഈശോയോട് ചേർന്നിട്ട് ഈ പരിശുദ്ധ അമ്മ പിശാചിൻ്റെ നിത്യമായ ശത്രുവാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് മാറുമ്പോൾ, നമ്മളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാത്താൻ്റെ തല തകർക്കും, പിശാചിൻ്റെ തല തകർക്കുകയും നമ്മളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്കും ദൈവിക കൃപ കൊണ്ടുവരികയും അങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വന്ന ദൈവപുത്രൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് നമ്മളും മാറുകയും അവൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ള അഭിഷേകം കിട്ടുകയും ചെയ്യും.